കൊട്ടാരക്കരയിൽ കനത്ത പോരാണ് നടക്കുന്നത്. ആര് ജയിക്കും എന്ന് പറയാൻ സാധിക്കാത്ത അവസ്ഥ. ശക്തമായ ത്രികോണ മത്സരം എന്ന് തന്നെ പറയാം. കൊട്ടാരക്കരയുടെ തിലകക്കുറിയാണ് ഐഷ പോറ്റി. അക്കാര്യത്തിൽ സംശയമില്ല. ഒരു പടി മുന്നിൽ തന്നെയാണ് പോറ്റി. എന്നാൽ CPMൻ്റെ സംഘടനാ മികവ് കൊണ്ട് KN ബാലഗോപാൽ അവിടെ ഐഷ പോറ്റിക്ക് തൊട്ടുപുറകിൽ നിൽക്കുന്നു. BJP സ്ഥാനാർത്ഥിയായിട്ട് ഇക്കുറി വന്നത് മുമ്പ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച രശ്മിയാണ്. രശ്മിയും ഒട്ടും മോശമല്ല. മണ്ഡലത്തിൽ BJPക്കും നല്ല സ്വാധീനമുണ്ട്. നിരവധി പഞ്ചായത്തുകളിലും കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിലും BJP വിജയിച്ച വാർഡുകളുണ്ട്. അതുകൊണ്ട് തന്നെ BJP അവിടെ എഴുതിത്തള്ളാൻ കഴിയാത്ത ഒരു ശക്തിയാണ്. ഈ സാഹചര്യത്തിലാണ് നമ്മൾ കൊട്ടാരക്കരയിലെ മത്സരത്തെ വിലയിരുത്തേണ്ടത്. കൊണ്ടും കൊടുത്തും മുന്നേറുകയാണ് പോറ്റിയും ബാലഗോപാലും. നമുക്കറിയാം, ഐഷ പോറ്റി കൊട്ടാരക്കരയിലെ അതികായനായ, കൊട്ടാരക്കര എന്നാൽ ആർ ബാലകൃഷ്ണപിള്ള എന്നാൽ കൊട്ടാരക്കര, അങ്ങനെ ഒരു ചൊല്ല് തന്നെ ഉണ്ടായിരുന്ന ആ ഒരു കാലത്തെ ആ അതികായനെ ഒക്കെ മലർത്തിയടിച്ചുകൊണ്ടാണ് 2006 കൊട്ടാരക്കര നിന്നും മത്സരിച്ച് വിജയിച്ചത്. അന്ന് ഐഷ പോറ്റി ഏതാണ്ട് 12,000-ഓ 13,000-ഓ ഒക്കെ ഭൂരിപക്ഷം നേടി. അത്ര ചെറുതല്ലാത്ത ഭൂരിപക്ഷമാണ് ഐഷ പോറ്റി നേടിയത്. അന്ന് കേരളത്തിലുടനീളം ഒരു VS തരംഗമുണ്ടായിരുന്നു. പക്ഷേ ഏത് തരംഗത്തെയും അതിജീവിക്കുന്ന ശക്തനായ ഒരു ആയിരുന്നു ആർ ബാലകൃഷ്ണപിള്ള. കേരള കോൺഗ്രസ് B എന്ന പാർട്ടിയെ കൊട്ടാരക്കരയിൽ നിന്ന് പറിച്ചെറിയാൻ സാധിക്കാത്ത വണ്ണം കൊട്ടാരക്കരയുടെ മണ്ണിലേക്ക് ആഴത്തിൽ വേരോടിച്ചത് ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയാണ്. ആ ബാലകൃഷ്ണപിള്ളയാണ് 2006 മൂക്കും കുത്തി വീണത്. തിരഞ്ഞെടുപ്പിൽ തോറ്റ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ്സുകാർ തന്നെ കാലുവാരി തോൽപ്പിച്ചു എന്നാണ്. അന്ന് കോൺഗ്രസ്സിനുള്ളിൽ AI ഗ്രൂപ്പ് പോര് മുമ്പെങ്ങുമില്ലാത്ത വിധം അതിശക്തമായി തുടരുന്ന കാലമായിരുന്നു. K കരുണാകരൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ വിഭാഗം I ഗ്രൂപ്പ് നേതാക്കൾ കോൺഗ്രസ് വിട്ട് പുറത്തുപോയി DIC, ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ്, DIC എന്ന പേരിൽ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി മത്സരിക്കുകയായിരുന്നു. അന്ന് TM ജേക്കബിനെ പോലെയുള്ള കേരള കോൺഗ്രസ്സുകാർ അദ്ദേഹത്തോടൊപ്പം ആ പാർട്ടിയിൽ ചേർന്നു. പക്ഷേ DICനും കോൺഗ്രസിനും കനത്ത തോൽവിയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. 100 സീറ്റുകളുമായിട്ട് VS അച്യുതാനന്ദൻ സർക്കാർ അന്ന് അധികാരത്തിലെത്തി. ആ ഒരു തരംഗത്തിലാണ് ആർ ബാലകൃഷ്ണപിള്ളയും വീണത്. ഐഷ പോറ്റി അന്നൊരു കറുത്ത കുതിരയായി മാറി എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിശേഷിപ്പിക്കാറുണ്ട്. എന്തായാലും അന്ന് തുടക്കം കുറിച്ച, അതായത് ആർ ബാലകൃഷ്ണപിള്ള എന്ന കേരളത്തിലെ രാഷ്ട്രീയ സിംഹത്തെ അടിയറവ് പറയിച്ചുകൊണ്ട് തുടക്കം കുറിച്ച ഐഷ പോറ്റിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. 2011 2006 ഭൂരിപക്ഷം നേടി. 2016 അത് ഏതാണ്ട് മികച്ച ഭൂരിപക്ഷം, നമുക്കൊക്കെ സാധാരണ ചിന്തിക്കാൻ കഴിയാത്ത, കൊട്ടാരക്കരയിൽ ആർ ബാലകൃഷ്ണപിള്ള പോലും നേടിയിട്ടില്ലാത്ത ഭൂരിപക്ഷത്തിലേക്ക് അവർ ഉയർന്നു. 2021 പാർട്ടി അവരെ മാറ്റിയിട്ട് പകരം KN ബാലഗോപാലിനെ അവിടെ കൊണ്ടുവന്നത്. പറഞ്ഞ ന്യായം, 3 തവണ തുടർച്ചയായി മത്സരിച്ചു ജയിച്ചില്ലേ, ഇനി മാറി നിൽക്കണം, അതാണ് പാർട്ടി നയം. ഇത് ചിലർക്ക് മാത്രം ബാധകമാണ്, മറ്റു ചിലർക്ക് ഇതൊരു വിഷയമേ അല്ല. അവർ സ്ഥിരമായി ഒരു മണ്ഡലത്തിൽ തന്നെ ജയിച്ചു വരും. ആ അപവാദം CPMനുള്ളിലും ഉണ്ട് എന്നുള്ളതാണ് സത്യം. എന്തായാലും ഇരിക്കട്ടെ. 2006 മുതൽ 2021 വരെ 15 വർഷം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ഐഷ പോറ്റി നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കൊട്ടാരക്കരയിൽ കാഴ്ചവെച്ചത്. അതായത് ആർ ബാലകൃഷ്ണപിള്ളയുടെ കാലത്ത് നടക്കാത്ത പല കാര്യങ്ങളും ഐഷ പോറ്റിയുടെ കാലത്ത് നടന്നു. അവർ അതിനൊക്കെ ഏത് വിധത്തിലും സർക്കാരിൽ നിന്ന് അതിനുള്ള അനുമതി നേടിയെടുത്ത് അത് യാതൊരുവിധ അഴിമതിയുമില്ലാതെ, യാതൊരുവിധ സ്വജന പക്ഷപാതവുമില്ലാതെ മണ്ഡലത്തിൽ നടപ്പാക്കി. അതാണ്
ജനങ്ങളെ അവരോട് കൂടുതൽ അടുപ്പിച്ചത്. അതിൻ്റെ ഫലമായിട്ട് 2011 അവർ മികച്ച ഭൂരിപക്ഷം നേടി, 16 അതിനേക്കാൾ വലിയ ഭൂരിപക്ഷം നേടി അവർ വിജയിച്ചു. അങ്ങനെ വിജയിച്ചു വന്നപ്പോൾ പാർട്ടിക്ക് തോന്നി ഇത് ശരിയല്ല. മാത്രമല്ല ഐഷ പോറ്റിയോട് തുടക്കം തൊട്ടേ ഒരു കല്ലുകടി ഉണ്ടായിരുന്നു. കാരണം അവർ ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു ഹിന്ദു അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരിയായ ഒരു ഹിന്ദു ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുകയോ? പാടില്ല. ഹിന്ദുക്കൾക്ക് അതിനുള്ള അവകാശം ആര് കൊടുത്തു? ന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവർക്ക് അത് ചെയ്യാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിരോധമില്ല. വീണ ജോർജിന് അങ്ങനെ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാം. മുഹമ്മദ് റിയാസിന് വേണമെങ്കിൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാം. അവിടെ ഒന്നും വിലക്കില്ല. പക്ഷേ ഐഷ പോറ്റിക്ക് പാടില്ല. ഒരു ഹിന്ദുവായ കമ്മ്യൂണിസ്റ്റുകാരനോ കമ്മ്യൂണിസ്റ്റുകാരിയോ ജയിച്ചു വന്നാൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പാടില്ല. പകരം ദൃഢപ്രതിജ്ഞയെ ചെയ്യാവൂ. അങ്ങനെ തുടക്കത്തിൽ ദൈവനാമത്തിൽ 2006 വിജയിച്ചു വന്ന ഐഷ പോറ്റി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത് പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കി എന്നാണ് വിലയിരുത്തൽ. പക്ഷേ എന്തു ചെയ്യാം, അവർക്ക് മണ്ഡലത്തിൽ വലിയ സ്വാധീനമുണ്ട്. 2011 VSൻ്റെ നേതൃത്വത്തിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് നേരിട്ടപ്പോൾ സിറ്റിംഗ് MLA-മാർക്കെല്ലാം സീറ്റ് കൊടുത്തു. കാരണം കൊട്ടാരക്കരയാണ് സ്ഥലം. ഈ പറഞ്ഞതുപോലെ ബാലകൃഷ്ണപിള്ള മണ്ഡലം തിരിച്ചു പിടിക്കാൻ വേണ്ടി അതിശക്തമായ നീക്കങ്ങളുമായി അന്ന് രംഗത്തുണ്ടായിരുന്നു. ഒരു കേസിൽ പ്രതിയായി ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയെ നിർത്തി. ആ മണ്ഡലം എങ്ങനെയും തിരിച്ചു പിടിക്കുക എന്നുള്ളതായിരുന്നു ബാലകൃഷ്ണപിള്ളയുടെ ലക്ഷ്യം. അപ്പോൾ പിന്നെ പാർട്ടിക്ക് മുന്നിൽ മറ്റു വഴികളില്ലായിരുന്നു. ഐഷ പോറ്റിയെ തന്നെ അവർ രംഗത്തിറക്കി. ഐഷ പോറ്റി 2006 ഭൂരിപക്ഷം നേടി 2011 വിജയിച്ചു. അന്ന് തെക്കൻ ജില്ലകളിൽ അതിശക്തമായ VS തരംഗം ഉണ്ടായിരുന്നു. മലബാറിലാകട്ടെ ചില മണ്ഡലങ്ങൾ അറിഞ്ഞുകൊണ്ട് CPM തോറ്റുകൊടുത്തത്, കൂത്തുപറമ്പ് പോലെയുള്ള CPMൻ്റെ ശക്തി കേന്ദ്രങ്ങൾ CPM സ്വയം തോറ്റുകൊടുത്തത് കൊണ്ട് മാത്രം അന്ന് VS സർക്കാർ ഉണ്ടായില്ല. അല്ലെങ്കിൽ അന്ന് VS തുടർഭരണം നേടിയേനെ. എന്തായാലും ഐഷ പോറ്റി 2011 2016 ഒക്കെ വിജയിച്ചു വന്നു. വിജയിച്ചു വന്ന് 2021 എത്തിയപ്പോഴാണ് കൊല്ലം ജില്ലയിലെ പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവ് ശ്രീ KN ബാലഗോപാൽ രംഗത്ത് വരുന്നത്. അദ്ദേഹത്തിന് കൊട്ടാരക്കര ഷുവർ സീറ്റാണ്, ഉറപ്പുള്ള സീറ്റാണ്. അവിടെ നിന്ന് മത്സരിക്കണം. അതിന് എന്തൊക്കെയോ തൊടുന്യായങ്ങൾ പറഞ്ഞ് ഐഷ പോറ്റിയെ അവിടുന്ന് മാറ്റി. അങ്ങനെ മാറ്റിയത് കൊണ്ട് മാത്രം തീർന്നില്ല. ഐഷ പോറ്റിയുടെ ഒരു അടയാളങ്ങളും കൊട്ടാരക്കരയിൽ പാടില്ല. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിക്ക് പകരം വയ്ക്കാവുന്ന നേതാവായി KN ബാലഗോപാൽ മാറണം. പാർട്ടിയുടെ തീരുമാനം അതായിരുന്നു. അതുകൊണ്ട് തന്നെ ഐഷ പോറ്റിയെ പരമാവധി അവഗണിച്ചു. അവരെ എഴുതിത്തള്ളി, അവരെ പാർശ്വവൽക്കരിച്ചു, അവരെ അരികു ചേർത്ത് ഒതുക്കി. പക്ഷേ ജനങ്ങളുടെ തീരുമാനം, നിയതിയുടെ തീരുമാനം മറ്റൊന്നായിരുന്നു. ഐഷ പോറ്റി ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. അവർ CPM എന്ന ആ കൂടാരം വിട്ട് നേരെ UDFിലേക്ക്, കോൺഗ്രസ്സിലേക്ക് വന്നു. കോൺഗ്രസ് അവർക്ക് ഇടം കൊടുക്കുകയും അവരെ തന്നെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് 2021 കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച രശ്മി കോൺഗ്രസ് കൂടാരം വിട്ട് നേരെ BJPയിലേക്ക് പോയത്. BJP ആകട്ടെ ഒരു പറ്റിയ സ്ഥാനാർത്ഥിയെ നോക്കിയിരിക്കുകയായിരുന്നു. എന്തായാലും രശ്മിക്ക് മണ്ഡലത്തിൽ അത്യാവശ്യം സ്വാധീനമുണ്ട്. ഐഷ പോറ്റിയോട് നേർക്കുനേർ നിന്ന് എതിർക്കാൻ കെൽപ്പുള്ള, അതിന് തലപ്പൊക്കമുള്ള ഒരു നേതാവ് വേണം എന്ന് BJPക്ക് അറിയാം. അതുകൊണ്ട് തന്നെ രശ്മിക്ക് അവിടെ ഒരു സാധ്യത ലഭിച്ചു. രശ്മിയാകട്ടെ സസന്തോഷം അത് സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ ശക്തമായ ഒരു ത്രികോണ പോരിലേക്ക്, ഒരു വശത്ത് അതിശക്തമായ ഭരണവിരുദ്ധ വികാരം നേരിടുന്ന CPMൻ്റെ മുന്നണി പോരാളിയായിട്ട് ശ്രീ KN ബാലഗോപാൽ മത്സരിക്കുന്നു. മറുവശത്ത് 15 വർഷം MLA ആയിരുന്ന, 15 വർഷം കൊട്ടാരക്കരയെ വികസനത്തിലേക്ക് നയിച്ച ശ്രീമതി ഐഷ പോറ്റി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നു. മുമ്പ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച രശ്മിയാകട്ടെ
ഇക്കുറി താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നു. വിചിത്രം ഈ കാഴ്ച. എന്തായാലും ജനാധിപത്യത്തിൻ്റെ മനോഹാരിത ഇവിടെ വിടരുകയാണ്. നമുക്കത് കണ്ട് ആനന്ദിക്കാം. കൊട്ടാരക്കരയിലെ മത്സരഫലം വരുമ്പോൾ ആരെയൊക്കെ മലർത്തിയടിച്ചു എന്ന് നമുക്ക് കാണാം. എന്തായാലും ഒരു എഡ്ജ് ഐഷ പോറ്റിക്കുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മണ്ഡലത്തിലെ ജനങ്ങൾ ഇപ്പോഴും അവർക്കൊപ്പമാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഐഷ പോറ്റിക്ക് പകരം വയ്ക്കാൻ ഒരു നേതാവ് അവർക്കില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. എന്തായാലും ബാലഗോപാൽ അവിടെ വീണ്ടും ക്ലച്ച് പിടിക്കുമോ, അതോ ഇക്കുറി ധനമന്ത്രിക്ക് ട്രഷറി പൂട്ടി വീട്ടിൽ പോകാമോ എന്ന ചോദ്യമാണ് കൊട്ടാരക്കരയിൽ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്.